ചേട്ടാ ഞാൻ സൗണ്ട് കേട്ടപ്പോഴേ പേടിച്ചു പോയി. എന്ത് സൗണ്ട് കേക്കാവോ? പിന്നെ ഒച്ച അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഇതെങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ ഉണ്ട്. ഇൻസ്റ്റാൾമെന്റാ സംഭവം എങ്ങനെയുണ്ടെന്ന് പറ. സംഭവം അടിപൊളി. ഇൻസ്റ്റാൾമെന്റിനാണോ ഇത്? നോക്ക്. പറഞ്ഞ പോലെ ഇത് പഴയത് സെക്കൻഡ് ഹാൻഡ്. ഇത് എവിടെ നിന്നാ ചുളുവിന് ഒപ്പിച്ചല്ല? പറയട്ടെ. പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം, ഇത് അമ്പിളിക്കുട്ടന്റെ വീട്ടിൽ പുതിയ മിക്സി വാങ്ങിച്ചപ്പോ അവിടെ ഇരുന്ന പഴയത് ഇങ്ങോട്ട് തന്നു എന്ന് മാത്രം പറയരുത്. വേറെ എവിടെ നിന്നെങ്കിലും ആണെന്നെങ്കിൽ പറയേ. എങ്ങനെ ഒപ്പിച്ച്? ചായ തരാം. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് പറ. ഇപ്പൊ പറഞ്ഞല്ലോ അത് തന്നെ. നാണം മുന്നോടി നാണം. നീ എന്തുദ്ദേശമാണ് നടക്കണത്? വല്ലവന്റെ വീട്ടിൽ എന്തെങ്കിലും ചപ്പും ചവറും അതെടുത്ത് കളഞ്ഞ് അതിനെ ഉടനെ ഇവിടെ എടുത്ത് സൂക്ഷിക്കാൻ നീ എന്തൊരു ആക്രിക്കാരന്റെ മോള? ഇതെന്തില്ലേ ഇവിടെ ആക്രിയുടെ കോടാണ്? ഞാൻ ചെന്ന് തെണ്ടി മേടിച്ചതൊന്നും അല്ല. അവരുടെ വീട്ടില് പുതിയ മിക്സി മേടിച്ചു. പഴയത് അവർക്ക് ആവശ്യമില്ല. അപ്പൊ ആ കൊച്ചു സ്നേഹത്തോടെ തന്നു, ഞാൻ അത് മേടിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ, സ്നേഹത്തോടെ ആര് എന്ത് തന്നാലും നീ അങ്ങ് സ്വീകരിക്കും അല്ലേ? അവള് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയണം. അത് നിനക്ക് പറയാൻ പറ്റില്ല. അതിനങ്ങനെ ഞാൻ പറയണേ? എനിക്ക് മിക്സിയുടെ ആവശ്യമില്ല, എന്റെ കൈ വേദന എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. എടി അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒരു മിക്സിയൊക്കെ വാങ്ങിച്ചു തരാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. അയ്യോ, പറഞ്ഞ ഉടനെ അങ്ങോട്ട് മേടിക്കും. നിങ്ങൾക്ക് അത്ര നാണക്കേടാണെങ്കിൽ അതിന്റെ പൈസ അങ്ങ് കൊടുത്തോ, പ്രശ്നം തീർന്നല്ലോ. അയ്യോ, ഈ ചവറിന് ഞാൻ പൈസ കൊടുക്കാൻ പോകുന്നു. അതിനേക്കാൾ നല്ല സാധനം ഞാൻ മേടിച്ചു തരാം. കുറച്ചും പറഞ്ഞത് ഭയങ്കര രസമാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? ക്ലീറ്റോ. അത് രസം എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല, ഇതിന്റെ സൗണ്ട് അവിടെ ജനറേറ്റർ ഓൺ ചെയ്ത മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം ക്ലീറ്റോ. അതെ, ഇങ്ങനെ മാറ്റി മാറ്റി പറയും. എന്റെ ഇപ്പോഴത്തെ വാക്ക് ഇതാണ്, ഈ സാധനം ഇവിടെ വേണ്ട, എന്നെടുത്ത് ദൂരെ കളയും. മനസ്സില്ല. മനസ്സിലായി. ഞാൻ എടുത്ത് കളയുള്ള കാര്യം പറഞ്ഞേക്കാം. നിനക്ക് മിക്സി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, എവിടുന്ന് പറഞ്ഞ കേട്ടാ പോക്കറ്റിൽ പൈസ ഇട്ടിട്ട് നടക്കാന്ന്. മേടിക്കണമെങ്കിൽ ഞാൻ തന്നെ പൈസ തരണ്ടേ? ഒരു മിക്സി ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ചു തരാനുള്ള ആംബിയറൊക്കെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് ഈ മിക്സി മതി. നീ ഇത് മാറ്റൂല? ഇല്ല. ഒരു വാശി കാണിക്കല് തങ്കം. വാശിയല്ല ക്ലീറ്റോ, എനിക്ക് കൈവേദന ഉള്ളതുകൊണ്ട് ദയവായിട്ട് കൊണ്ടു തന്ന മിക്സിയാണ് ഇത്. ഞാൻ മാറ്റൂല, എനിക്ക് ഈ മിക്സി മതി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഇവിടെ ഇരുന്നാ ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വരും. ഞാൻ സഹിച്ചു. നീ സഹിക്കും. ഞാൻ പുറത്തിറങ്ങി നടക്കണ ഒരു ആണാപുറന്നവനാണ്. അമ്മോ, എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മിക്സി എനിക്ക് വേണം. എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ക്ലീറ്റോ ചെയ്യാം. ഇതിനെ എവിടെ വെച്ച് വാഴിക്കാന്ന് വിചാരിക്കരുത് തങ്കം. ഉള്ള കാര്യം ഞാൻ പറയേണ്ട വിധം ഉറപ്പാണ്. ബീക്ക് ഞാൻ പോയി കൈ കഴുകിട്ട് വടി. ചെല്ലിപ്പോ വാ. ഈ മുഖം കയറ്റി പിടിച്ചിരിക്കാതെ ഒന്ന് സന്തോഷമായിട്ട് വന്നേ എന്റെ പൊന്നു ക്ലീറ്റോ. കഴിച്ചോ. നിന്റെ അല്ലേ ഡാഡി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടാ. ചെറിയ വായിൽ വലിയ വർത്താനമാണ്. ഞാനിപ്പോ അകത്തുനിന്ന് ടോയ്ലറ്റിൽ നിന്നൊക്കെ കൈ കഴുകിയിട്ടാ വന്നേ. ജംസ് പറഞ്ഞാൽ ഞാൻ സഹിച്ചു. നിങ്ങൾ കൊച്ചു കുട്ടികൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടാ. അയ്യോ, ഇത് കണ്ടോ? ഇത് കണ്ടോ തങ്ക? നീ ഇത് കണ്ടോ? വീണോ? വീണ് കുന്തം. മിക്സിയിലടുത്ത സാധനമല്ലേ? മിക്സിയില് ഇത് സാമ്പാറാണ്, ഇതിനകത്ത് അരച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്ട, ഇത് ഈ കറിയുടെ കാര്യമാണ്. അല്ല അതിന്റെ അല്ല. ആ കറി കഴിച്ചു നോക്കിയാലല്ലേ നല്ലതാണ് ചീത്തയാണെന്ന് കഴിക്കണ്ട. ഇത് കാണുമ്പോ അറിയാം ഈ സാധനം എന്താണെന്നുള്ളത്. ഇത് വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളില്ലേ? സൂപ്പർ കറി ഡാഡി. അമ്മ ഡാഡി ചുമ്മാ പറയണ. ഓ, നിനക്കെങ്ങനെ അറിയാടി സൂപ്പർ? കഴിച്ചു നോക്കിയില്ലേ? പിന്നെ എടി, ഈ നാക്കിന് രുചിയൊക്കെ വരണേനെ ഒരു പ്രായമുണ്ട്. 10-15 വയസ്സൊക്കെ ആയാലും നാക്കിന് രുചിയൊക്കെ അറിയാൻ പറ്റും. പിന്നല്ലാണ്ട് ഇത് അതെ. ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞില്ല തങ്ക, ഈ മിക്സിയിലിട്ട് അരയ്ക്കാതെ ആ കല്ലിലിട്ട് ഈ തേങ്ങയൊക്കെ ഇട്ട് അരച്ചെടുത്തെങ്കിൽ അതിൽ ആ ധാതു ലവണങ്ങളൊക്കെ ഈ കറിയിൽ അടങ്ങിയ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് 2 കല്ലെടുത്ത് തിന്നു മുറ്റത്തിറങ്ങിട്ട്. അപ്പൊ ധാതു ലവണം കിട്ടും. കൂടുതൽ തമാശ പറയരുത് കേട്ടാ. വെളിപ്പടിക്കണോള്. എനിക്ക് വേണ്ട. കഴിക്ക് വേറെ കറി ഉണ്ടല്ലോ. കല്ലിലരച്ച കറിയൊന്നും ഇല്ലല്ലോ. ഇത് കല്ലിലരച്ചതാ. എന്നാ അത് കുറച്ചുകൂടെ എടുക്കും. ഇത് ഇന്നലത്തെ അതാമിത്രേ ഉള്ളൂ. ഓ, അപ്പൊ എന്തെങ്കിലും കഴിക്കണോ വെച്ചാൽ അതുമില്ല. എനിക്ക് വേണ്ട. ഞാൻ കഴിച്ചില്ലേലും ഞാൻ വായി ഭക്ഷിച്ചോളാം. എനിക്ക് വേണ്ട.
പാവം. ഇത് കൊറേ കഷ്ടമായിട്ട് ക്ലീറ്റോ, എന്നെ നിങ്ങളങ്ങ് കൊല്ലെന്നാ. മിക്കവാറും അത് ചെയ്യേണ്ടി വരും. സൂപ്പർ അടേ ക്ലീറ്റോ, ആ അതെ, ആ മിക്സി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇനി ഇവിടെ ഒന്നും കഴിക്കില്ല. ആ എന്റെ പൊന്നു ക്ലീറ്റോ, എനിക്ക് കൈ പാടില്ലാത്തോണ്ടല്ലേ. സാധാരണ മനുഷ്യർ എന്താ പറയണേ, അവക്ക് പാടില്ലാത്തതാ. അതിനൊരു ഉപകാരം ആവുമെങ്കിൽ നടക്കട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ ക്ലീറ്റോ. അതൊക്കെ ശരി തന്നെ. ആ മിക്സി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഒന്നും കഴിക്കില്ല. ആ കാര്യത്തിൽ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇന്ന് ഒരു ദിവസം കഴിക്കും. അത് വേണ്ട. ഇന്നൊരു ദിവസം കഴിക്കുമ്പോൾ പറയും നാളെയും കഴിക്കാന്ന് പറയും, മറ്റന്നാളും കഴിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ക്ലീറ്റോ, എനിക്ക് പാടില്ലാത്ത ഇടയ്ക്കൊക്കെ മാത്രമേ ഞാൻ മിക്സിയിൽ അരയ്ക്കുള്ളൂ. അല്ലാത്തപ്പോൾ ക്ലീറ്റോ പറയണ പോലെ കല്ലിൽ വെച്ച് അരച്ചുണ്ടാക്കി തരാം. അയ്യോ അത് വേണ്ട. ആ സാധനത്തിന് ഇവിടുന്ന് ഒഴിവാക്കി തരുമോ ആ മിക്സിയെ? ക്ലീറ്റോ നല്ല ഒന്നാന്തരം കറിയാ, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. എന്തെന്നാ അതൊരു ദിവസം കഴിച്ചെന്നോർത്ത് ഞാൻ കിടപ്പിലായി പോയി. നിങ്ങൾ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ, അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പോഴാലോചിച്ചു. ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കല്ലേ. കഷ്ടമുണ്ട് ക്ലീറ്റോ. വാ ക്ലീറ്റോ, ചോറ് എടുത്ത് വെച്ചേക്കണേ. നിങ്ങളും കൂടി കഴിക്കാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണേ? നിങ്ങൾക്ക് കഴിക്കാമല്ലോ, എനിക്കത് ഇഷ്ടമല്ല. ആ കുന്തത്തിൽ അരക്കണ സാധനം എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ലേ, വാ ചുമ്മാ ഇരുന്നല്ല. വാ ക്ലീറ്റോ. നീ കൈവിട്ടെ. അപ്പൊ വരൂല. ഞാൻ വരണോ? നിർബന്ധമാണോ? ഞാൻ വരാം. പക്ഷേ ഞാനാണ് വലുതെങ്കിൽ ആ മിക്സി എടുത്തെങ്കിൽ ദൂരെ കളയണം. അത്രേ എനിക്ക് പറയുള്ളൂ. ആ, ഒരു പുതിയ മിക്സിക്ക് കുറഞ്ഞത് 5000 രൂപയെങ്കിലും കൊടുക്കണം. അത്രയും വില നിങ്ങൾക്ക് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോയി. എനിക്ക് മീറ്റിങ്ങിന് പോകാനുണ്ട്. ഡാഡി എന്ത്? വാ. നീ ആര്? അവളെ കൈയാളാ? ഡാഡി സൂപ്പർ കറി, വയറ് നിറച്ച് ഞാൻ കഴിച്ചു. പിന്നെ പോയത് പഠിക്കടി. ഓ, ഞാൻ ഈ ഭക്ഷണം ഒന്നും കാണാതെ കിടക്കല്ലേ. ഈ പ്രലോഭനത്തിലൊന്നും ഡാഡി വീഴൂല കേട്ടാ. ഇതിനേക്കാളും വലുത് കണ്ടിട്ടുള്ള ആളാ ഡാഡി. പിന്നെ പഠിക്കിപ്പോ. പറയാൻ വന്ന ഊറ്റായിപ്പ്. ഓ, ഗ്യാസ് കയറി തുടങ്ങി. അമ്മിയിൽ അരയ്ക്കണത് ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കും. രാഷ്ട്രീയ ചാണക്യം ക്ലീറ്റസിനോടാണ് അവളുടെ അക്കളി. നിങ്ങളുടെ നാവുണ്ടല്ലോ, നിങ്ങളുടെ നാവേ വല്ലയിടത്തും കൊണ്ടുപോയി കളഞ്ഞോ? എന്തുപറ്റി? ഇന്നലെ പറഞ്ഞല്ലോ മിക്സിയുടെ കാര്യം കൊണ്ട് കളയാൻ. അത് അതുപോലെ തന്നെയായി. മിക്സിക്ക് എന്ത് പറ്റി? രാത്രി ആ എലി അതിന്റെ വയറ് മുഴുവൻ കടിച്ചു പറിച്ചു വെച്ചേക്കണു. അയ്യോ ഇത് അങ്ങനെ തന്നെ വരും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എലി ശല്യം ഉണ്ട്. അപ്പൊ നീ കേട്ടില്ലല്ലോ. മുമ്പ് എൻ്റെ റെസിപ്റ്റ് ബുക്കില്ലേ, റെസിപ്റ്റ് ബുക്ക് അത് കംപ്ലീറ്റ് എലി ഇതുപോലെ കടിച്ച് തീർത്ത് കളഞ്ഞില്ലേ.
ഇനിയിപ്പൊ എന്ത് ഈ കല്ലിലിട്ടാൻ അരക്കണ്ടേ? ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യണത്? അല്ല ഒരു കണക്കിനത് നന്നായി. കല്ലിലരച്ച നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. സത്യത്തിൽ അങ്ങനെയാണല്ലേ? ശരിയാണല്ലേ? ഒന്നുമില്ല, പറഞ്ഞ മാതിരി മിക്സിയിലരയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മിക്സ് കല്ലിലാവുമ്പോൾ നല്ല നീ പാട് പറഞ്ഞു കൊടുത്തിട്ടാ നീ കൈവേദന ആയത് പറഞ്ഞേ. ഒന്നുമില്ല, എത്ര സമയം വേണം അത് അരച്ചെടുക്കാൻ? ഒരു 5 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ചായ ഉണ്ടോ? ചായ തരാട്ടാ. ആദ്യം ഞാൻ അത് അരച്ചെടുക്കട്ടെ. ആ ഇരിക്കല്ലേ 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 ഇരിക്കല്ലേ. പണിയില്ലേ? അരക്കാൻ വാ. ഞാനാ? ഞാൻ അങ്ങനെ അറിയും. കല്ലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കുമ്പോ അറിയും. അതൊന്നും ശരിയാവൂല. അത് ശരിയാവുള്ളൂ. എനിക്ക് കൈപാടില്ല. ചുമ്മാ കളിക്കലേ താങ്കൾ. എനിക്ക് ഒന്നും ചെയ്ത് പരിചയമില്ല. ചുമ്മാ ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് പരിചയിക്കണേ. വാ. ഓ കൈ എനിക്ക് അധികം ബലം പിടിക്കാൻ വയ്യ. വാ. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു അഡ്ജസ്റ്റ്മെന്റ് അരച്ചാൽ മതി. കുഴപ്പമില്ല, സമയം കൂടുതൽ എടുത്താലും ഞാൻ 5 മിനിറ്റ്. അതല്ല ക്ലീറ്റോ അരച്ച ധാതു ലവണങ്ങൾ നല്ലോണം കിട്ടും കല്ലിന്ന്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അരച്ചാൽ ശരിയാവില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണേ. ഈ കൈമുട്ട് ഭയങ്കര വേദന. അല്ല അത് പറയണ്ട. എനിക്കെന്ത് വേദന? നല്ല വേദന എനിക്ക്. അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കൈ കൊണ്ട് ഞാൻ ഒന്ന് സഹായിക്കാം, നീ അപ്പുറത്തെ കൈ കൊണ്ട്. വേണ്ട, വാ ഞാൻ പറഞ്ഞു തരാം ക്ലീറ്റോ. വയ്യാത്തോണ്ടല്ലേ എനിക്ക്, തീരെ വയ്യ. എന്റെ കൈയാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ വെച്ചാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങളെ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം, ആണുങ്ങൾ ചെയ്താൽ ശരിയാവും. അങ്ങനെ ഇതിനകത്ത് കല്ലിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ ആണുങ്ങൾ അരച്ച പെണ്ണുങ്ങൾ അരച്ച അരയൂല എന്നുള്ളതേ. ദേ ഇത് അങ്ങോട്ട് കല്ലിലോട്ട് വെക്കുക. എന്നിട്ട് ഈ മുളക് അത് ആദ്യം അങ്ങോട്ട് അരയ്ക്കാം. ഇച്ചിരി ജീരകം. എന്താണെന്നറിയാമോ, ഇത് ശരിയല്ല തോന്നുന്നു. ഇത് ഞാൻ അരച്ച ചിലപ്പോൾ ശരിയാവൂല. ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാന്തര അമ്മിക്കല്ലല്ലേ. ഓ ഇതാ തുടങ്ങി വേദന അല്ലേ? 2 അരയ്ക്കുമ്പോൾ പൊക്കോളും. അരക്കി ശരിയാവൂല തങ്കം. വെറുതെ അതിനെ വൃത്തിയിടാക്കല്ലേ, ഈ സാധനം പാഴായി പോവും. അതുകൊണ്ടാണ് ഈ പറയണത്. ഒരു കുഴപ്പമില്ല ക്ലീറ്റോ, ഇത് അരക്കാതെ നിവൃത്തിയില്ല. കറി വെക്കണ്ടേ? മിക്സി ഇല്ലല്ലോ നമുക്ക്. ഒരു കുഴപ്പമില്ല, അതിന് വലിയ വേദന ഉണ്ടല്ലോ എന്റെ കൈക്ക്. മുറുക്കെ പിടിച്ചോ? പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഇല്ല, പറ്റും. അരക്കി ഇങ്ങനെ ഇതെന്ത് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതേ ഓ ശരിയാവൂല തങ്ക. അതെ ശരിയാവാതെ എന്ത് ചെയ്യും? കറി വെക്കണ്ടേ? മിക്സി ഇല്ലല്ലോ. എന്താ അറിയാമോ, ഇത്രയും തേങ്ങ ഈ മുളക് ഇതെല്ലാം വേസ്റ്റ് ആവും ഞാൻ അരയ്ക്കാൻ നിന്ന്. അതുകൊണ്ടാ. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് കൈ തീരെ വയ്യ ക്ലീറ്റോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യോ ക്ലീറ്റോനോട്? അതെ ഞാൻ പറയണത്, ഇതിനെ ഒന്നും വേസ്റ്റ് ആക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം. വേറെ എന്ത് കറി ഉണ്ടാക്കാൻ? തേങ്ങ അരയ്ക്കാതെ എന്ത് കറി ഉണ്ടാക്കാം? പിന്നെ മുളക് കറി ഉള്ളത് ക്ലീറ്റോനോട്ട് ഇഷ്ടമല്ല താനും. അത് കൂട്ടി തിന്നുവോ? മുളക് കറി കൂട്ടി കഴിക്കോ? എന്നാ പിന്നെ അരക്കണ്ട, നിർത്തി വെച്ചേക്കട്ടെ. കുറച്ചാണ് നമുക്ക് മുളക് കറി കൂട്ടി തിന്നാം കേട്ടോ. കൈ ഒന്ന് ശരിയാവട്ടെ. മറന്നത് അരപ്പ് മാറ്റാം. കല്ലൊന്ന് കഴുകിയിടണേ. ആ എനിക്ക് വെള്ളം എടുത്തു തരുമോ? വെള്ളം ഇവിടെ ഉണ്ട്. അല്ല ഈ വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിക്കണം അല്ലേ? വേണ്ട, ഈ കല്ലെടുത്ത് വെള്ളത്തിലോട്ട് മുക്കിയാൽ മതി. അങ്ങനെയാണല്ലോ സാധാരണ. കഴുകിയിട്ട് വാ. വേറെ കറി എന്താ ഉള്ളേ? മുളക് കറി കൂട്ടി കഴിച്ചോളാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. കല്ലേൽ അരയ്ക്കാൻ പറ്റൂലായിരുന്നല്ലേ നിങ്ങൾക്ക്? എനിക്ക് കൈവേദനയാ. നീ കൂടുതൽ കൈ വേദനയൊന്നും കാണിക്കണ്ട കേട്ടോ. എനിക്കറിയാം, അഭിനയിക്കല്ലേ. കുറച്ച് മതി. ഞാൻ ഈ മുളക് കറിയും കൂട്ടി കഴിച്ചോളാം, പ്രശ്നം തീരുമല്ലോ. കഴിക്കാതെ പിന്നെ എന്താ ചെയ്യണേ? രാവിലെ ഇപ്പൊ ഞാൻ പഞ്ചസാര ഉണ്ടായിരുന്നോണ്ടാ പുട്ട് കഴിച്ചു. ഞാനൊക്കെ കിടന്നു പോയാ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. കിടന്നു പോയാൽ പിന്നെ ഞങ്ങളൊക്കെ പട്ടിണി കിടന്നിട്ടേ അങ്ങ് കഷ്ടപ്പെടും. ഓ മനുഷ്യൻ ഇതെന്തോന്ന് എരി തങ്ക. ഇത് ഈ കറി ഉണ്ടാക്കുമ്പോ ഒന്നും എരിവ് നോക്കിയിട്ട് നിനക്ക് ഉണ്ടാക്കിക്കൂടെ? മനുഷ്യൻ വായിൽ വെച്ച് കഴിക്കേണ്ടത്. അത് ഞാൻ മേടിച്ച മുളക് പൊടിയല്ല. എന്ത് കുന്തായാലും അത് ഉണ്ടാക്കുമ്പോ നിനക്ക് ഇച്ചിരി ഒന്ന് എടുത്ത് എരിവ് നോക്കാം. അതിന് കളർ കുറവായിരുന്നപ്പോ ഞാൻ ഓർത്ത് എരിവ് കുറവായിരിക്കും ഓർത്ത് മുളക് പൊടി ഇട്ടു. ഇത് പുതിയ മുളക് പൊടി പാക്കറ്റ് വയറിനകത്തോട് ചെന്നതുകൊണ്ട് ഇത് എരിഞ്ഞ് ചത്തുപോകും. ഒരു രീതി ഒരു കാര്യത്തിനും കൊടുക്കില്ലാന്ന് പറഞ്ഞ എന്ത് ആർക്ക് സാരമല്ലെന്ന് എനിക്കണ്ട. സാരമല്ല പറഞ്ഞാൽ മതിയല്ല. ഓ
ഇത് ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നീറുക. ഞാൻ അറിഞ്ഞില്ല ഇത്രയും മുളക് പൊടി ആവുന്നുള്ളത്. അതേ, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട. കല്ലേൽ അരച്ചെടുക്കാൻ തരാൻ പറഞ്ഞാൽ നിങ്ങൾ തരില്ല. ഓ, ഞാൻ അരയ്ക്കണം അല്ലേ? ഞാൻ അരച്ചിട്ടേ നീ തിന്നോല്ലേ തന്നെ. തിന്നില്ലാലും കുഴപ്പമില്ല. മുളക് പൊടി തിന്നോ, ആർക്ക് നഷ്ടം? മുളക് ദോശ ഞാൻ മുളക് ദോശ കുടിച്ച ഒന്നല്ലെങ്കിൽ നിങ്ങൾ കല്ലേൽ അരച്ച് തരണം, അല്ലെങ്കിൽ ആ കേടായിരിക്കണ മിക്സി ശരിയാക്കി താ. അത് പറ്റൂല. അതിന് ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത് കേട്ടാ. ഈ രീതിയിലൊന്നും ദ്രോഹിക്കരുത്. ഞാൻ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തല്ല, അതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്പിളിക്കുട്ടന്റെ മിക്സി അവനോട് പറയാൻ. നീ കളിക്കരുത്. ഇച്ചിരി പഞ്ചസാര എടുത്തോളൂ. പഞ്ചസാരയൊന്നുമില്ല. ഓ, ഇല്ലെങ്കിൽ വേണ്ട. ഇത് കഴിച്ചിട്ട് വയറ് വിശക്കും. ഈ വർഷം എല്ലാം അവിടെ ഞാൻ കഴിച്ചിട്ട് എന്റെ വയറ് നീറിയിട്ട് ഞാനും നീ പറയിക്കരുത് കേട്ടാ. എന്നാലും മിക്സി ശരിയാക്കി തരരുത്. ആ വെള്ളം പോണുണ്ട്, അത് മര്യാദക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലേ? ഓ, ഈ കുന്ത അടയില്ലേ? അതിന്റെ അടിയില് അടയ്ക്കാൻ സൗകര്യമില്ല. പഞ്ചസാര എവിടെ ഇരിക്കണം? എവിടെ പഞ്ചസാര വെച്ചേക്കണേ? പഞ്ചസാര ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ടാവും. ആ, ഇനി നീ രണ്ട് പാമ്പ് വിഴുങ്ങി, തക്കളി ഓളം വിഴുങ്ങി. 34, 35 4 ടിങ്കിടിങ്കാ 2 16 17 മൂന്നാകുമ്പോ ഞാൻ പഠിക്കാന്നൂല്ലോ. കളിക്കുന്നേ. ഇരിക്കേ, ചായ വേണോ? 5 1 3 4 5 മിക്സി. മിക്സി മേടിച്ചോ? ഇത് പഴയതല്ലേ? ഓ, ഇത് കൊള്ളൂലല്ലോ, അവരുടെ സാധനല്ലേ, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പുതിയ മിക്സിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 5000 രൂപ. ഒരു 2-3 ആഴ്ചക്കകത്ത് സാധനം ഇവിടെ കിട്ടും. അതുവരെ എനിക്കിത് ഉപയോഗിക്കാമോ? അതുവരെ തൽക്കാലം ഇത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ അപ്പം തന്നെ തിരിച്ചു കൊടുത്തോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നേര്, നമുക്ക് എന്തിനാ വല്ല മിക്സി, അതും പഴയത്, ക്ലീറ്റോനെ പോലെ വലിയൊരാളുടെ വീട്ടില്. സത്യത്തിൽ എനിക്ക് ഇഷ്ടമൊന്നുമല്ല അവരുടെ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കണത്. ക്ലീറ്റോ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഇനി ഒരു സാധനം ഞാൻ അവരുടെ നിന്ന് മേടിക്കൂല. താങ്ക് യു. ഇനിയെങ്കിലും വായിക്ക് രുചിയായിട്ട് കറി വെച്ച് കഴിക്കാലോ. ശ്രീമതി ഒന്നോട് നിന്നേ. നിനക്ക് ഏതാ കഴിക്കാൻ വേദന? ഈ കഴിക്കല്ലേ? ഇനിയിപ്പോ വേദനയുടെ ആവശ്യമില്ലല്ലോ. എടി, ഈ മിക്സി നന്നാക്കാൻ വേണ്ടിയല്ലോ നീ കൈവേദന എന്നുള്ള അടവ് കാണിച്ചേ. ഇത് മനസ്സിലാക്കാനുള്ള ബോധമേ ഈ രാഷ്ട്രീയ ചാണക്യം ക്ലീറ്റോയ്ക്ക് ഉണ്ട് കേട്ടോ. അവളെ നമ്പർ ഇറക്കുന്ന എന്നോട് കൊണ്ടുപോയി അണക്കി. എന്നോടാ കളി. നേതാവൊന്നവിടെ നിന്നേ. എന്താ? അതെ, മിക്സിയുടെ വയറ് കടിച്ചു മുറിച്ച എലി അങ്ങ് പാലായിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഹവീൽദാരുടെ മോള് തങ്കത്തിനുണ്ട്. കേട്ടല്ലോ മിസ്റ്റർ ചാണക്യൻ? ക്ലീറ്റോ Alien versus Alien.